ഈ യേശുദാസ് എന്നെ പിടിച്ച് പാടിക്കളയുമെന്നും പറഞ്ഞ് ഏതേലും ഒരു പാട്ട് ചെന്ന് പരാതിപ്പെട്ടാലുടൻ പോലീസ് യേശുദാസിന്റെ കൊങ്ങയ്ക്ക് കയറി പിടിച്ചു കളയുമോ? നമ്മുടെ നീതി ദേവത അർപ്പണ ബുദ്ധി തികഞ്ഞ അയാളുടെ വളരെ ജൈവികമായിട്ടുള്ള കൊലാമോഹം മനസ്സിലാക്കി. എന്തുകൊണ്ടാണ് നമ്മൾ നാട്ടുകാർ അത് മനസ്സിലാക്കാത്തത്? ഏറ്റവും അടുത്തുള്ള ശുഭമുഹൂർത്തത്തിൽ തന്നെ ഞാൻ നിങ്ങളെ സമുചിതം കൊല്ലാൻ പോകുന്നു, ദയവായി നിങ്ങൾ സമൂലം ചത്ത് എന്റെ കൊലയോട് സഹകരിക്കണം എന്ന് അഭ്യർത്ഥിച്ചു. ചെന്താമര എന്നാൽ പ്രബുദ്ധ കേരളീയരെ സംബന്ധിച്ച് നെന്മാറ ഇരട്ടക്കൊല കേസിലെ പ്രതിയാണ്. പക്ഷെ പോങ്ങന്റെ കണ്ണിൽ നവകേരളത്തിന്റെ ഭാവി പറയുന്ന ഒരു രാഷ്ട്രീയ നാമമാണ് ഈ ചെന്താമര. ചെന്താമര എന്ന പ്രതിയെപ്പറ്റിയും രാഷ്ട്രീയ കേരളത്തിന്റെ ഭാവി പ്രവചിക്കുന്ന ചെന്താമര എന്ന രൂപകത്തെ പറ്റിയുമാണ് പോങ്ങൻ എന്ന് പറയുന്നത്. അതിനു മുന്നേ മറ്റൊന്ന് ബാക്കിയുണ്ട്. അതെ, അത് തന്നെ. അപ്പോൾ ജാതി മത വർഗ വർണ്ണ പ്രായ രാഷ്ട്രീയ ലിംഗഭേദമന്യേ എല്ലാ സഹപോങ്ങർക്കും നല്ല ഒന്നാന്തര നമസ്കാരം. ഞാൻ ഹരീഷ്, പ്രബുദ്ധ കേരളത്തിലെ പ്രഥമ പോങ്ങൻ അഥവാ മുത്തുപോങ്ങൻ. എല്ലാ സഹജീവികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചെന്താമര 2019 നടാടെ ഘാതകനാകുന്നത്. എന്ന് വെച്ചാൽ ആദ്യമായി ഘാതകനാവുന്നതെന്ന്. അല്ലെങ്കിൽ അങ്ങനെയാണ് ചരിത്രം പറയുന്നത്. സജിത എന്ന വീട്ടമ്മയായിരുന്നു ചെന്താമരയുടെ പ്രഥമ ഇര. സജിതയുടെ ഭർത്താവിനെയും സജിതയുടെ അമ്മായിയമ്മയെയും സജിതയുടെ മക്കളെയും കൂടി കൊല്ലാനുള്ള കൊതി ചെന്താമരയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നേര്. എന്നാൽ സജിതയെ കൊന്ന ക്ഷീണം തീർക്കുന്നതിനിടെ അബദ്ധവശാൽ ചെന്താമര പോലീസിന്റെ പിടിയിലായിപ്പോയി. അതുകൊണ്ട് ബാക്കിയുള്ളവരെ കൊല്ലാൻ ചെന്താമരയ്ക്ക് ഒട്ടും തന്നെ സാധിച്ചില്ല. തീവ്രമായ അളവിൽ കൊല്ലാനുള്ള കൊതി ഉള്ളിൽ കവിയുന്ന ഒരു കൊലാകാരന്റെ മനപ്രയാസങ്ങൾ, അല്ലെങ്കിൽ മതിവരുവോളം കൊല്ലാനുള്ള മോഹത്തെ ഉള്ളിലടക്കിക്കൊണ്ട് ജീവിക്കേണ്ടി വരുന്ന ഒരു ഘാതക വിദ്വാന്റെ സംഹാര വിശപ്പിനെ മനസ്സിലാക്കാനും മാനിക്കാനുമുള്ളത്ര പുരോഗമന ബുദ്ധി അതൊന്നും നമ്മുടെ നാട്ടുകാർക്കില്ലല്ലോ, അല്ലേ? ഒട്ടും തന്നെയില്ല. എന്നാൽ പക്ഷേ ആ കൊലാകാരന്റെ വധാസക്തി കൊണ്ടുള്ള പൊറുതിമുട്ടൽ മനസ്സിലാക്കാനുള്ള ഹൃദയ വിശാലത നമ്മുടെ ബഹുമാനപ്പെട്ട നീതി ദേവതയ്ക്ക് ഉണ്ടായിരുന്നു എന്നത് ചെന്താമരയ്ക്ക് വലിയ ഭാഗ്യമായി. ഏതൊരു കൊലപാതകിക്കും കുറെ അധികം ഉപദ്രവങ്ങൾ മുറ പോലെ നമ്മുടെ നാട് നൽകി വരുന്നുണ്ട്. അതായത് സർക്കാർ വകയായിട്ടുള്ള സൽക്കാരങ്ങൾ, സുഖ സൗകര്യങ്ങൾ, സമൃദ്ധ ഭോജനം, സമ്പന്നമായിട്ടുള്ള സുരക്ഷ, അതിനൊക്കെ ചെന്താമരയും ഇരപ്പെട്ടു. എന്തായാലും 5 കൊല്ലത്തെ സുഖവാസ ശിക്ഷ കഴിഞ്ഞപ്പോൾ ചെന്താമര എന്ന തീവ്ര സംഹാരാസക്തനായിട്ടുള്ള കൊലാകാരന് നമ്മുടെ നീതി ദേവത വളരെ ഉദാരമായി ജാമ്യം അനുവദിച്ചു നൽകി. സജിതയുടെ ഭർത്താവിനെയും അമ്മായിയമ്മയെയും കൊന്നുകൊടുക്കാനുള്ള കൊതിയോടെ ജയിലിറങ്ങുമ്പോൾ ചെന്താമരയുടെ തടിക്ക് തൂക്കം വളരെ കൂടിയിരുന്നു. ഭർത്താവിനെയും അമ്മയെയും മാത്രമല്ല സജിതയുടെ മക്കളെയും കൂടി കൊല്ലാനുള്ള ആരോഗ്യം ചെന്താമരയുടെ മേനി സമ്പാദിക്കുകയും ചെയ്തിരുന്നു. കാഴ്ചയിലുള്ള മതിപ്പാണ്. 2019 ജയിലിലേക്ക് പോകുന്ന ചെന്താമരയിൽ നിന്നും 2025 ഇറങ്ങി വരുന്ന ചെന്താമര കൂടുതൽ ഉന്മേഷവാനായി. പ്രായം കൊണ്ട് 5 വയസ്സ് വർദ്ധിച്ചുവെങ്കിൽ പോലും കായബലം കൂടിയിട്ടുണ്ട്, മിനുങ്ങിയിട്ടുണ്ട്. സത്യത്തിൽ സജിതയെ കൊന്നതിന് ചെന്താമരയ്ക്ക് ലഭിച്ച ശിക്ഷ അതുമാത്രമായിരുന്നു. അതായത് സർക്കാർ ചിലവിൽ ആടുമാടു കോഴികളുടെ ഇറച്ചി മാറി മാറി തിന്നുക, ഉച്ചയ്ക്ക് പച്ചക്കറി വിഭവങ്ങളുടെ ധാരാളിത്തം തികഞ്ഞ ചോറുകൂന അകത്താക്കി ഏമ്പക്കം വിടുക, 2 നേരം നല്ല കൊഴുത്ത പാലിൽ തയ്യാറാക്കിയ ചായ അങ്ങനെ ആസ്വദിച്ച് മോന്തുക. ചായയോ അതോ കാപ്പിയോ, എന്തായാലും അത് മോന്തുക. സന്ധ്യ മയങ്ങിയാൽ സുഖമായി കിടന്നുറങ്ങുക. ഇതൊക്കെയായിരുന്നു ഘാതകവേന്ദ്രനായിട്ടുള്ള ചെന്താമരയ്ക്ക് കൊലക്കുറ്റത്തിന് ലഭിച്ച ശിക്ഷ. ഒറ്റവാക്കി പറഞ്ഞാൽ സുഖവാസ ശിക്ഷ. ഇതേ ശിക്ഷ തന്നെയാണ് നമ്മുടെ നാട്ടിലെ ഏതൊരു കൊലയാളിക്കും ലഭിക്കുന്നത്. ചെന്താമരയോട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു വേർതിരിവ് നീതി ദേവത കാട്ടിയില്ലെന്നാണ് പോങ്ങൻ പറഞ്ഞതിന്റെ ചുരുക്കം. ഇത്രയും കനത്ത ശിക്ഷ ലഭിച്ചിട്ടും ജാമ്യം കിട്ടിയപാടെ സജിതയുടെ ഭർത്താവിനെയും അമ്മായിയമ്മയെയും കൂടി കൊല്ലാൻ ചെന്താമര മനസ്സ് കാണിച്ചുവെങ്കിൽ അയാളുടെ ഉള്ളിൽ എത്രത്തോളം സംഹാരദാഹം ഉണ്ടായിരുന്നുവെന്ന് നമ്മളൊന്ന് ആലോചിക്കണ്ടേ. നമ്മുടെ നിയമപാലകർ അയാളുടെ ഘാതകാസക്തി തിരിച്ചറിഞ്ഞു. നമ്മുടെ നീതി ദേവത അർപ്പണ ബുദ്ധി തികഞ്ഞ അയാളുടെ വളരെ ജൈവികമായിട്ടുള്ള കൊലാമോഹം മനസ്സിലാക്കി. എന്തുകൊണ്ടാണ് നമ്മൾ നാട്ടുകാർ അത് മനസ്സിലാക്കാത്തത്? എന്തിനാണ് അയാളെ തല്ലിക്കൊല്ലാൻ നമ്മൾ നാട്ടുകാർ ഇത്രത്തോളം കൊതിക്കുന്നത്? യേശുദാസ് പാടുന്നത് കുറ്റമാണോ? അല്ലെങ്കിൽ മമ്മൂട്ടി അഭിനയിക്കുന്നത് തെറ്റാണോ? ഇനി അതുമല്ലെങ്കിൽ നമ്മുടെ കലാമണ്ഡലം ഗോപിയാശാൻ പച്ചവേഷം കെട്ടി ആടുന്നത് പാതകമാണോ? അല്ല എന്നുള്ള കാര്യം നമുക്ക് വളരെ നന്നായിട്ടറിയാം, അല്ലേ? ഗായകൻ പാടുന്നത് പോലെയും നടൻ നടിക്കുന്നത് പോലെയുമുള്ള ഒരു സർഗപ്രവർത്തനം തന്നെയാണ്
ഒരു ഘാതക വിദ്വാൻ തന്റെ കൊലാപ്രകടനം നടത്തുന്നതും. അല്ലെങ്കിൽ അങ്ങനെ കാണുന്നതാണ് ഈ നാടിന്റെ പരിഷ്കൃത ബുദ്ധിക്കും മനുഷ്യാവകാശ ദാഹത്തിനുമൊക്കെ ചേർന്ന സംഗതി, അല്ലെ? അതിനെ ആ നിലയ്ക്ക് ഉൾക്കൊള്ളാനുള്ള പാകതയും പക്വതയുമാണ് വാസ്തവത്തിൽ നമ്മൾ സാധാ പൗരന്മാർ കാണിക്കേണ്ടത്. ബഹുമാനപ്പെട്ട നീതിദേവത വളരെ ന്യായബുദ്ധിയോടെ സമ്മാനിച്ച ജാമ്യത്തിന്റെ അകമ്പടിയോടെ ചെന്താമര ജയിലിൽ നിന്നും ആദ്യം പോയത് സജിതയുടെ വീട്ടിലേക്കാണ്. അവിടെ ചെന്ന് അയാൾ സജിതയുടെ ഭർത്താവിനെയും അമ്മായിയമ്മയെയും മക്കളെയും വളരെ വിനയപുരസരം ചാകാൻ ക്ഷണിച്ചു. എന്നുവെച്ചാൽ ഏറ്റവും അടുത്തുള്ള ശുഭമുഹൂർത്തത്തിൽ തന്നെ ഞാൻ നിങ്ങളെ സമുചിതം കൊല്ലാൻ പോകുന്നു, ദയവായി നിങ്ങൾ സമൂലം ചത്ത് എന്റെ കൊലയോട് സഹകരിക്കണം എന്ന് അഭ്യർത്ഥിച്ചു. എത്ര മാന്യനും മര്യാദക്കാരനും മാനവിക ബുദ്ധനുമാണ് നമ്മുടെ ഘാതകൻ ചെന്താമരയെന്ന് അധികാരികളെ ബോധ്യപ്പെടുത്തുന്ന ഒരു നീക്കമല്ലേ ചെന്താമരയിൽ നിന്നും സംഭവിച്ചത്. എന്നാൽ സജിതയുടെ കുട്ടികൾ ചെന്താമരയുടെ മര്യാദയെ ഭീഷണിയായി മനസ്സിലാക്കി. കാരണം അവർ കുട്ടികളാണ്. ജീവിക്കാനുള്ള കൊതി വളരെ കലശലായതുകൊണ്ട് ഈ സജിതയുടെ കുഞ്ഞുങ്ങൾ ചെന്താമരയുടെ ആ മര്യാദയെ ഭീഷണിയായി തെറ്റിദ്ധരിച്ച് അതിന്റെ പേരിൽ ആ മനുഷ്യനെതിരെ പോലീസിൽ പരാതിയും നൽകി. പോലീസ് അവരുടെ പരാതി കേട്ടില്ല എന്നാണ് പലരും കരുതിയിരിക്കുന്നത്. പലരും അങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അവർ ഉണർന്നു പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ, അതായത് പോലീസ് ഉണർന്നു പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ നെന്മാറയിൽ ഇരട്ടക്കൊല നടക്കില്ലായിരുന്നുവെന്നും സജിതയുടെ മക്കൾ അനാഥരാവില്ലായിരുന്നു എന്നും കൂടി പലരും വിശ്വസിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് പോങ്ങന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. ഈ പോങ്ങൻ പക്ഷേ തീർച്ചയായിട്ടും പോലീസിന്റെ ഒപ്പമാണ്. അതിന് കാരണം ഈ യേശുദാസ് എന്നെ പിടിച്ച് പാടിക്കളയുമെന്നും പറഞ്ഞ് ഏതേലും ഒരു പാട്ട് ചെന്ന് പരാതിപ്പെട്ടാൽ ഉടൻ പോലീസ് യേശുദാസിന്റെ കൊങ്ങയ്ക്ക് കയറി പിടിച്ചു കളയുമോ? കൊങ്ങയ്ക്ക് കയറി പിടിച്ച് ഇറുക്കുമോ? ഒട്ടുമില്ല, തീരെയില്ല, അല്പം പോലും ഉണ്ടാവില്ല. അങ്ങനെ പാട്ടുകൾ ഉണ്ടാവുന്നത് തന്നെ ഗായകർക്ക് പാടാനാണെന്ന ബോധം നമ്മുടെ പോലീസിനുണ്ട്. ഗായകർക്ക് പാടാൻ അവകാശമുള്ളതുപോലെ തന്നെ ഘാതകർക്ക് വധിക്കാനും അവകാശമുണ്ടെന്ന സത്യം നമ്മുടെ പോലീസിന് നല്ലോണം അറിയാമെന്നാണ് പോങ്ങന്റെ ഒരു നിഗമനം. മാത്രവുമല്ല, നിയമപാലകർ നിയമത്തെ മാത്രം പരിപാലിച്ചാൽ മതി. നമ്മളുടെ വിചാരം എന്ന് പറയുന്നത് പോലീസ് നമ്മളുടെ ജീവനും സ്വത്തിനുമൊക്കെ കാവല് നിൽക്കേണ്ട കൂട്ടരാണെന്നാണ്. അങ്ങനെയല്ല. നീതിദേവതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ് പോലീസ് എന്ന് പറയുന്നത്. അതായത് കുറ്റകൃത്യത്തിന് ഇണങ്ങുന്ന വിധം ഓരോ കുറ്റവാളികൾക്കും അർഹമായിട്ടുള്ള വകുപ്പ് നൽകി അവരെ കോടതിയിലേക്ക് ആനയിച്ചുകൊണ്ട് നമ്മുടെ നിയമത്തെ വിധിയാമണ്ണം പരിപാലിക്കുക എന്നതാണ് നിയമപാലകരുടെ ചുമതല. അതായത് അയൽക്കാരനെ തുണിപൊക്കി കാണിക്കുന്നവന്റെ നഗ്നത അളന്നു തിട്ടപ്പെടുത്തി അയാളുടെ നഗ്നതയ്ക്ക് അവരൻ്റെ മാനത്തെ അപായപ്പെടുത്താനുള്ള ആവതുണ്ടോ എന്ന് പരിശോധിച്ച് അങ്ങനെ ഉണ്ടെങ്കിൽ ഉചിതമായ വകുപ്പ് ചാർത്തി പ്രസ്തുത തുണിപൊക്കി വിദ്വാനെ പിടിച്ച് നീതിദേവതയ്ക്ക് മുന്നിൽ സമർപ്പിക്കുക. അതുപോലെ ഘാതക ശ്രേഷ്ഠരായിട്ടുള്ള കൊലാകാരന്മാരുടെ വധപ്രകടനത്തെ മാനിച്ച് അർഹമായ അളവ് വകുപ്പുകൾ അവർക്ക് നൽകുക. ഇതൊക്കെയാണ് നിയമപാലകരുടെ പ്രധാന കർത്തവ്യങ്ങൾ എന്ന് പറയുന്നത്. ബോറടിക്കുമ്പോൾ ഏതെങ്കിലും പാവപ്പെട്ടവനെ കൊണ്ടുപോയി ഇടിക്കുന്ന രീതിയൊക്കെ ഉണ്ട്. അത് സ്വാഭാവികമായിട്ടും എന്തുമാത്രം സമ്മർദ്ദങ്ങളിലൂടെയാണ് അവരുടെ ജീവിതം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനെ പിടിച്ച് ഉലക്ക കൊണ്ട് ഉരുട്ടി ഈ എല്ലും മാംസവും തമ്മിലുള്ള ബന്ധമൊക്കെ വേർപെടുത്തി അങ്ങനെ ആ ഒരു നിലയിലേക്ക് ചിലപ്പോൾ ചിലരെയൊക്കെ അങ്ങനെയൊക്കെ കാലപുരിയിലേക്ക് അയക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ വരും. അതൊരു പ്രത്യേക മാനസികാവസ്ഥയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നിവൃത്തികേടിൻ്റെ പുറത്ത് മനുഷ്യരല്ലേ, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും നമ്മൾ വേവലാതിപ്പെടേണ്ട കാര്യമില്ല. പിന്നെ ഈ പടുവൃദ്ധന്റെ കീശകട്ട പോക്കറ്റടിക്കാരനെ പിടിച്ച് പോക്സോ വകുപ്പ് ചാർത്തുക, തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയവന് പെറ്റിയടിക്കുക മുതലായിട്ടുള്ള പിശകുകൾ പോലീസിന് പറ്റുന്നുണ്ടോ എന്ന് മാത്രം നോക്കേണ്ട കാര്യമേ നമ്മൾ നാട്ടുകാർക്കുള്ളൂ. നോക്കിയിട്ട് എന്തെങ്കിലും കണ്ടാൽ തന്നെ ഒന്നും ചെയ്യാനില്ല നാട്ടുകാർക്ക്. സഹിക്കുക, അനുഭവിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഒരു രസം ചുമ്മാ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെയുള്ള അനീതിയോ അന്യായങ്ങളോ ഒക്കെ എവിടെയെങ്കിലും ഉണ്ട് എന്ന് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ അത് കുറച്ചുകൊണ്ട് നമുക്ക് നേരം പോക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. നമ്മൾ നാട്ടുകാർക്ക്, സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് ഒന്നും അറിഞ്ഞു വെച്ചിട്ട് യാതൊരു കാര്യവുമില്ല. കൊല്ലാൻ വരുന്നവന്റെ മുന്നിൽ ഇരപ്പെടുക, രാഷ്ട്രീയക്കാർ കാട്ടുന്ന അഴിമതികൾ അത് കണ്ട് ആസ്വദിക്കുക, അനുഭവിക്കുക, ഇതൊക്കെ നമുക്ക് ചെയ്യാനുള്ളൂ ഒരു സാധാരണ പൗരനെ സംബന്ധിച്ചിടത്തോളം. സജിതയുടെ മക്കൾ ഒരു കാര്യം മാത്രം മനസ്സിൽ വെച്ചാൽ മതി എന്നുള്ളൊരു അഭിപ്രായം തീർച്ചയായിട്ടും ഈ പോങ്ങൻ ചേട്ടനുണ്ട്, അല്ലെങ്കിൽ പോങ്ങൻ മാമനുണ്ട്. ചെന്താമര നിങ്ങളുടെ അമ്മയെ കൊന്നു, അതൊരു സത്യമാണ്, ദുഃഖകരമായിട്ടുള്ള സത്യം. ചെന്താമര നിങ്ങളുടെ അമ്മയെ കൊന്നു. പിന്നെ ജയിലിൽ ചെന്ന ആടുമാട് കോഴി ഇറച്ചികൾ ധാരാളമായി തിന്നു. കറി സമൃദ്ധമായിട്ടുള്ള ചോറുകൂനകൾ അളവില്ലാത്ത വിധം അകത്താക്കി. പാലൊഴിച്ച് കൊഴുപ്പിച്ച ചായകൾ എമ്പിടി അളവിൽ മോന്തി.
അപ്പോഴേക്കും മനുഷ്യാവകാശത്തിന്റെ ഉപദ്രവം തലയ്ക്കു പിടിച്ച നീതിദേവത ചെന്താമരയ്ക്ക് കൈനിറയെ ജാമ്യം നൽകി. ശരീരം നിറയെ മനുഷ്യാവകാശവുമായി വന്ന ചെന്താമര നിങ്ങളുടെ അച്ഛനെയും അച്ഛമ്മയെയും യഥാക്രമം കൊന്നു. ഇനി അയാൾ ജയിലിൽ ചെന്ന് ആടുമാടു കോഴി ഇറച്ചികൾ ധാരാളമായി തിന്നും. പലവിധ കറികൾ, അകമ്പടി സേവിക്കുന്ന ചോറുകൂനകൾ അളവില്ലാത്ത വിധം അകത്താക്കും. ശേഷം തൃപ്തിയുടെ ഏമ്പക്കം ജയിലാകെ അങ്ങോട്ട് മുഴക്കും. പാലിൽ കൊഴുത്ത ചായകളും കാപ്പികളുമൊക്കെ കണക്കില്ലാത്ത വിധത്തിൽ മോന്തും. നേരത്തെ പറഞ്ഞ പോലെ ചായ എരുമപ്പാലിൻ്റെ ആണോ, പശുവിൻ പാലിൻ്റെ ആണോ, ആട്ടിൻ പാലിൻ്റെ ആണോ, കഴുതപ്പാലിൻ്റെ ആണോ ഒന്നും അറിയില്ല പോങ്ങന്. നേരത്തെ പറഞ്ഞതുപോലെ വീണ്ടും പറയുന്നു, അതൊന്നും അറിയാതിരിക്കാനുള്ള ഭാഗ്യം പ്രകൃതി എനിക്ക് തരട്ടെ. എന്തായാലും വൈകാതെ മനുഷ്യാവകാശത്തിൻ്റെ കുത്തൽ നമ്മുടെ നീതിദേവതയിൽ ഉണരും, ഉണരാതിരിക്കില്ല. അങ്ങനെ ഉണർന്നാൽ ചെന്താമരയ്ക്ക് ആവശ്യമായിട്ടുള്ള മനുഷ്യാവകാശം നൽകാൻ ബഹുമാനപ്പെട്ട നീതിദേവത നിർബന്ധിതയാവും. കൈ നിറയെ ജാമ്യവുമായി പുറത്തിറങ്ങുന്ന ചെന്താമര കൊല്ലാനുള്ള കൊതിയോടെ നിങ്ങളെ പരതും. ഉറപ്പായിട്ട് നിങ്ങളെ പരതും. എൻ്റെ മക്കളെ, ചെന്താമരയുടെ കണ്ണിൽപ്പെടാതെ ഒളിക്കാൻ നിങ്ങൾക്ക് കഴിയണമേ എന്ന പ്രാർത്ഥന മാത്രമേ നിങ്ങൾക്ക് നൽകാനായി ഈ പോങ്ങൻ മാമൻ്റെ കൈവശമുള്ളൂ. അതും മാത്രമേ ഉള്ളൂ. മനുഷ്യാവകാശം എന്ന് പറയുന്ന സാധനം കൊല്ലപ്പെടാൻ വിധിക്കപ്പെട്ട നമ്മൾ സാധാ മനുഷ്യർക്കുള്ളതല്ലെന്നേ. അത് കൊല്ലാൻ നടക്കുന്ന ഘാതക ശ്രേഷ്ഠർക്ക് അവകാശപ്പെട്ടതാണ്. ഈ നീതി എന്ന് പറയുന്ന സംഗതിയില്ലേ, നിങ്ങൾ കേട്ടിട്ടില്ലേ നീതി എന്ന്? എപ്പോഴും നമ്മൾ കേൾക്കാറുണ്ടല്ലോ, നീതി വേണം, നീതി വേണം എന്ന്, അല്ലേ? ഈ നീതി എന്ന് പറയുന്ന സംഗതിയും ചാകാനുള്ള നമുക്ക് വിധിച്ചിട്ടുള്ളതല്ല കേട്ടോ. കൊല്ലാൻ കൊതിച്ച് നടക്കുന്ന വധാസക്തർക്ക് മാത്രമുള്ളതാണ്. അവരെ കൂടാതെ ആർക്കെങ്കിലും നീതി കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കിട്ടുകയല്ല, കൊടുക്കണമെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് മരിച്ചവർക്കാണ്. മരിച്ചവർക്ക് നീതി വേണം എന്നാണ് പറയുന്നത്. മരിച്ചിട്ട് ഈ നീതി കൊണ്ട് എന്താണാവോ ചെയ്യാൻ പോകുന്നത്? പരലോകത്ത് നമ്മളുടെ നീതി എടുക്കുമോ? ഇവിടുന്ന് ഒരു കെട്ട് നീതി നമ്മൾ കൊടുത്തു കിട്ടാൽ പരലോകത്ത് ചെന്നിട്ട് ഈ മരിച്ചവരെ, കൊല്ലപ്പെട്ടവരൊക്കെ എന്ത് ചെയ്യാൻ ആ നീതി കൊണ്ട്? നീതിയിൽ കൂറ് കാണിച്ചിട്ട് കാര്യമുണ്ടോ? നീതിയിൽ കൂറും വെച്ച് നടന്നിട്ട് അതൊരു ഉപദ്രവം എന്നുള്ളതല്ലാതെ പരലോകത്ത് മരിച്ചു പോയ ആളുകൾക്ക്, കൊല്ലപ്പെട്ട് ചെന്നവർക്ക് എന്ത് കാര്യം നമ്മുടെ നീതി കൊണ്ട്? അതുകൊണ്ട് ചെന്താമരയ്ക്ക് ഇനിയും തീർച്ചയായിട്ടും നീതി ലഭിക്കും. അതല്ലെങ്കിൽ നമ്മുടെ നീതി ദേവത ബലാത്കാരമായി നൽകിയിരിക്കും. ഭയത്തിന്റെ ഈണമായി മരണം വരെ നിങ്ങളുടെ ഓർമ്മയിൽ ചെന്താമരയെ നിങ്ങൾ പ്രതിഷ്ഠിക്കണം. ചെന്താമരയെ നിങ്ങൾ മറക്കില്ല എന്ന് എനിക്കറിയാം. എങ്കിലും എൻ്റെ ഒരു മനസമാധാനത്തിന് ഞാൻ ഒന്നുകൂടി പറയുകയാണ്, അങ്ങനെ പറഞ്ഞു പോവുകയാണ്. തീർച്ചയായിട്ടും ഭയത്തിന്റെ ഈണമായി നിങ്ങളുടെ മരണം വരെ, നിങ്ങളുടെ സ്വാഭാവിക മരണം വരെ നിങ്ങളുടെയൊക്കെ ഓർമ്മയിൽ ചെന്താമരയെ നിങ്ങൾ പ്രതിഷ്ഠിച്ചു വെക്കണം. വധാസക്തരായിട്ടുള്ള ഘാതകരെ കൊന്ന് സാധുക്കളെ രക്ഷിക്കാൻ മനുഷ്യാവകാശ സംരക്ഷണ ബുദ്ധി നമ്മുടെ നീതി ദേവതയെ ഒരിക്കലും അനുവദിക്കില്ല. പറഞ്ഞത് കിട്ടിക്കാണാനുള്ള സാധ്യത കുറവാണല്ലേ? അതായത് പോങ്ങൻ ഉദ്ദേശിച്ചതാണ്, ഈ വധാസക്തരായിട്ടുള്ള ഘാതകരെ, അവരെ അങ്ങോട്ട് കൊന്നുകളഞ്ഞിട്ട് സാധുക്കളായിട്ടുള്ള നമ്മളെ രക്ഷിക്കാൻ മനുഷ്യാവകാശ സംരക്ഷണ ബുദ്ധി നമ്മുടെ നീതി ദേവതയെ ഒരിക്കലും അനുവദിക്കില്ല എന്നാണ് പോകൻ പറഞ്ഞത്. കൊല്ലാനും തിന്നാനും മാത്രമുള്ള വിശപ്പുമായി നടക്കുന്ന ഈ ചെന്താമരയെ പോലുള്ള ആളുകളെയൊക്കെ എന്തിനാണ് വെച്ച് വാഴിക്കുന്നത് എന്നുള്ള കാര്യം വാസ്തവം പറഞ്ഞാൽ പോകാൻ അറിയില്ല. നിങ്ങളുടെ ചോര കുടിച്ച് ദാഹം മാറ്റി ചെന്നാൽ അങ്ങനെ ചെല്ലുന്ന ചെന്താമരയുടെ വിശപ്പറിയാനുള്ള മനുഷ്യാവകാശമേ നമ്മുടെ പ്രബുദ്ധ കേരളത്തിന്റെ ന്യായബുദ്ധിക്കും നീതിബോധത്തിനുമൊക്കെ ഉള്ളൂ എന്ന സത്യം സജിതയുടെ മക്കൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ നിങ്ങൾ മറക്കരുത്. സാധാരണക്കാരുടെ ജീവിക്കാനുള്ള അവകാശത്തിനേക്കാൾ മൂല്യം നമ്മുടെ ഈ പ്രബുദ്ധ കേരളം കൊലപാതകികളുടെ മനുഷ്യാവകാശത്തിന് കൽപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതുവരെയുള്ള ഈ പോങ്ങൻ മാമന്റെ അനുഭവം. കൊന്നു ചെല്ലുന്ന ഘാതകവേന്ദ്രന്മാരുടെ വിശപ്പ് ശമിപ്പിക്കാനായി ധാരാളം ആടുമാട് കോഴികളെ നമ്മുടെ നാട് വളർത്തുന്നുണ്ടെന്ന കാര്യം ചെന്താമരയാൽ കൊല്ലപ്പെട്ട സജിതയുടെയും സുധാകരന്റെയും ലക്ഷ്മി അമ്മയുടെയും മക്കൾ ഭയപുരസ്സരം മനസ്സിൽ വയ്ക്കണം. ചെന്താമരണം വരിച്ച് ഇഹലോകം വെടിയാൻ സജിതയുടെ മക്കളെ വിട്ടുകൊടുക്കരുതേ എന്ന ആഗ്രഹം ഒരു പ്രാർത്ഥന പോലെ പ്രകൃതിക്ക് മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഈ പോങ്ങൻ ഈ സംസാരം അവസാനിപ്പിച്ചു തരാം.
നേരം കണ്ടമാനം വൈകിയതിനാൽ രാഷ്ട്രീയ കേരളത്തിന്റെ ഭാവി പ്രവചിക്കുന്ന ആ ചെന്താമരയെ പറ്റി ഇനി നാളെ പറയാം. അതല്ലേ നല്ലത്? അല്ലേ? ഒരുപാട് സമയമായി.